ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിനായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ വർക്കുന്നുണ്ടല്ലോ, ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ്, വണ്ടി വലിക്കണില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് സൈഡിൽ നിന്നൊരു സൗണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, ചെയിൻ കവർ മാറ്റാനുണ്ട്, അതേപോലെ സീറ്റ് കവർ മാറ്റണം, ഇൻഡിക്കേറ്റർ ചെക്കപ്പ്, അതിനൊരു ബൾബ് പോയായിരുന്നാണ് ഫ്രണ്ടിൽ, അത് നമ്മൾ മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വാട്ടർ സർവീസ്, റിയർ ഷോക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു അടി പോലെ കാണിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഈ രണ്ടാൾ കയറുമ്പോൾ ആയിരിക്കും പ്രശ്നം കാണിക്കാതെ, ഈ സസ്പെൻഷൻ്റെ ഇവിടെ വന്നിട്ട് ടച്ച് ആവുന്നുണ്ട്, അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അത് നോക്കിയിട്ട് അത് വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റാം. കാരണം വെച്ചാൽ നമുക്കിത് ഒരുപാട് ഇങ്ങടേക്ക് വലിച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം ഇത് അലുമിനിയാണ് ഈ സാധനം, നമ്മൾ ഒരുപാട് ലോഡ് കൊടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം, ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ വർക്കിന് കയറ്റി നമ്മളതിൻ്റെ ക്ലച്ച് സൈഡാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്, ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ്. വണ്ടി തീരെ വലിയാത്തൊരവസ്ഥയാണ്. ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചു, ക്ലച്ച് സൈഡ് അഴിച്ച് കഴിയുമ്പോൾ എൻ്റെ ക്ലച്ച് ഡിസ്കൊക്കെ ഫുള്ള് പോയി കിടക്കാം. ക്ലച്ച് ഡിസ്ക് പോയി, എൻ്റെ പ്രഷർ പ്ലേറ്റാണ് അത് കംപ്ലയിൻ്റാണ്. അതേപോലെ തന്നെ ഈ വീലുകൾക്കും തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലച്ച് ഇതായിട്ട് ഓടിയിട്ട് ഇപ്പോൾ കുറച്ചായി, കാരണം ഞാൻ കുറച്ച് നാളായിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. പെട്ടെന്നായിരിക്കും ഞാൻ കംപ്ലയിൻറ്റ് വന്നത്, അപ്പോൾ അതൊക്കെ വന്നിട്ട് അങ്ങനെ കൂടി വന്നതാണ്. അപ്പോൾ അങ്ങനെ കിടന്ന് ഓടി ഈ പ്ലേറ്റുകൾ കംപ്ലയിൻറ്റ്, ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് അങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഐറ്റം സൗണ്ട് കാണിക്കുന്നത് ക്ലച്ച് ഔട്ടറിൻ്റെ ആണ്. ക്ലച്ച് ഔട്ടറും ഈ ഗിയറിൻ്റെ പ്രൈമറി വീലും മാറ്റിയിട്ട് കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ കേസ് മാറിക്കോളും. അങ്ങനത്തെ ഒരു സൗണ്ടായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. ഈ പ്രൈമറി വീലൊക്കെ അത്യാവശ്യം വിലയാണ്, ഈ ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ, 2000 സംതിങ് ഒക്കെ ഇതിൻ്റെ റേറ്റ് വരാം. പിന്നെ നമുക്കതിൻ്റെ പ്രൈമറി വീല് തന്നെ എൻജിൻ ഓയിൽ വരും, അപ്പോൾ തന്നെ അത്യാവശ്യം എമൗണ്ട് വരും. കാരണം അതിൻ്റെ ക്ലച്ച് ഔട്ടറിൻ്റെ വന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2352 രൂപ ക്ലച്ച് ഔട്ടർ തന്നെ, ഔട്ടർ കംപ്ലീറ്റ് ക്ലച്ച്. അതേപോലെ പ്രൈമറി വീലും കൂടി വരുമ്പോൾ അതിന് എനിക്ക് തോന്നുന്നു 1000 താഴെ കണ്ട് അതിനും വരും, അപ്പോൾ തന്നെ എമൗണ്ടായി. പിന്നെ ക്ലച്ച് ഡിസ്കിന് വരുന്നുണ്ട് 934 ഡിസ്ക് വരും. പിന്നെ അതിൻ്റെ ഒരു വീല് 365 രൂപ വരുന്നുണ്ട്. പ്ലേറ്റിന് വരുമ്പോൾ 240 രൂപ വരുന്നുണ്ട് പ്ലേറ്റ്, ഒരു വീല് 285 രൂപ വരുന്നുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ വരും, പിന്നെ വാട്ടർ സർവീസ്, ചെയിൻ കവർ, അതൊക്കെ അത്യാവശ്യം ബാക്കിയത്തെ വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ചെയിൻ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കണേ. അപ്പോൾ ഞാനതൊന്ന് ചെയിൻ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ഒന്ന് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യിച്ചിട്ടേ നമുക്കൊന്ന് ചെയിൻ ഗ്രീസ് ചെയ്തിട്ട് ചെയിൻ കവർ പിടിപ്പിക്കാം. ആ രീതിയിൽ ചെയ്യാം, എന്തായാലും വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ രീതിയിൽ ചെയ്യാം കേട്ടോ. കാരണം ചെയിൻ ഏകദേശം മോശാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. തൽക്കാലം കണ്ണിയെടുക്കുക, അതെല്ലാം കൂടി വരുമ്പോൾ അല്ലെങ്കിൽ നല്ല പൈസ വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം, എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച വൈകിട്ടത്തേക്കാണ് നമ്മൾ തീരുമെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഒരു ഉച്ചയ്ക്കുമ്പോഴായിട്ട് തരാവുന്ന രീതിയിൽ സെറ്റ് ആക്കാം. ഓക്കെ.